പ്രവർത്തനം കടുത്ത മനുഷ്യാവകാശ ലംഘനവും ഭരണഘടനാ ലംഘനവുമെന്ന് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോഴ്സ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടി എടുക്കണമെന്നും NHRACFന്റെ പാലക്കാട് മലപ്പുറം ജില്ലാ റീജിയണൽ ജനറൽ ബോഡി യോഗത്തിൽ ആവശ്യമുയർന്നു. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോഴ്സിന്റെ പാലക്കാട് മലപ്പുറം ജില്ലകളുടെ റീജിയണൽ ജനറൽ ബോഡി യോഗമാണ് ഒറ്റപ്പാലത്ത് ചേംബർ ടവർ ഹാളിൽ ചേർന്നത്. റീജിയണൽ കോർഡിനേറ്റർ രമേശ് ബേബിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം NHRACF നാഷണൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ കെ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. അടുത്ത വർഷത്തേക്കുള്ള ചിട്ടപ്പെടുത്തൽ നടക്കാം. നമ്മൾ ഓരോ വർഷം സംഘടന ചിട്ടപ്പെടുത്തി അങ്ങനെ കൊണ്ടുവരികയാണ്. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിന്റെ വ്യക്തമായിട്ടുള്ള കുറെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അത് പരിശോധിക്കും. ഇനി പാലക്കാട് ജില്ലയുടെ റിപ്പോർട്ടും കിട്ടാറുണ്ട്. അപ്പൊ ആ രണ്ട് റിപ്പോർട്ടും വെച്ച് റീജിയണൽ റിപ്പോർട്ടാക്കി മാറ്റുന്നു. റീജിയന്റെ റിപ്പോർട്ടാക്കി മാറ്റി 7 റീജിയന്റെ റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ടാക്കി മാറ്റി അത് ചർച്ച ചെയ്ത് സംഘടനാ രേഖയാക്കി നമ്മൾ സൂക്ഷിക്കുന്നു. 10 കൊല്ലം കഴിഞ്ഞാലും അതവിടെ കിടക്കും. നമ്മൾ എന്തൊക്കെ ഓരോ കാലഘട്ടങ്ങളിൽ ചെയ്തിട്ടുള്ളത് അവിടെ കിടക്കും. അപ്പോൾ അത് വളരെ നിർബന്ധമാണ്. എത്ര റീജിയനിൽ നടക്കുമെന്നൊന്നും ഉറപ്പില്ല. പക്ഷെ അത് നമ്മൾ ശീലിപ്പിച്ച് കൊണ്ടുവരികയാണ്. സംഘടനയ്ക്കകത്ത് പുതുതായി വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ പുതുതായി സ്ഥാനം ഏറ്റെടുത്ത ആളുകൾക്ക് ഇതൊന്ന് പരിചയപ്പെടാനുണ്ട്. റിപ്പോർട്ട് എങ്ങനെ തയ്യാറാക്കുക, അതിലെന്തൊക്കെ ഉൾപ്പെടുത്തണം, അതെങ്ങനെയാണ് വേണ്ടത്, ഇവ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു 1-2 വർഷത്തിനകം ശരിയാവും. ഇപ്പൊ തന്നെ കുറച്ച് പകുതി ശരിയായിട്ടുണ്ട്, ഒരുവിധമൊക്കെ വന്നിട്ടുണ്ട്. സംസ്ഥാന ജില്ലാ ഭാരവാഹികളും മെമ്പർമാരും പങ്കെടുത്ത യോഗത്തിൽ ദീപ റാണി, അബ്ദുൾ സമദ്, സോഫിയ, നാരായണൻ, റഹീന, ഉമ്മൈമ്പാൻ, ഉമ, രുക്മിണി, ഗോപിനാഥ്, കരീം, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ജബ്ബാർ, പാലക്കാട് ജില്ലാ പ്രസിഡന്റ് വിനോദ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതെന്താ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.